അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, റമദാൻ കഴിഞ്ഞു, ശവ്വാൽ ആവലോടുകൂടെ ഹജ്ജിന് ഇറാൻ കിട്ടുന്ന മാസം പ്രവേശിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ വളരെ ഇമോഷണലായി വൈകാരികമായി ചെയ്യുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. നിസ്കാരവും നോമ്പ് സക്കാത്ത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊക്കെ നമുക്ക് വൈകാരികമായി ഇമോഷണലായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഹജ്ജ് അതിലേറെ കാണാൻ കഴിയും. ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും കണ്ണുനീരൊലിക്കാത്തവർ കുറവായിരിക്കും. ആദ്യമായി കഅബ കാണുന്ന സമയത്ത് കരയാത്ത മുഅ്മിൻ വളരെ അപൂർവമായിരിക്കും. അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തസ്രീഫൻ വ തക്രീമൻ വ തഅളീമ. അല്ലാഹുവേ, ഈ പുണ്യഗേഹം, അതിൻ്റെ മഹത്വവും പുണ്യവും ഒക്കെ അതിൻ്റെ ആദരവിനെ വർദ്ധിപ്പിക്കണേ അല്ലാ. ഇതങ്ങ് പറയുമ്പോൾ കാലങ്ങളോളായി കണ്ണിൽ ആ കഅബാലയം ഒന്ന് പതിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, വെമ്പൽ കൊള്ളുകയായിരുന്നു. ആദ്യം തന്നെ കണ്ണിലങ്ങ് പതിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രാർത്ഥന അത് ഹൃദയം തൊട്ടിട്ടായിരിക്കും. അതേപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ഏതൊരാളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാതെ വരൂല. ആ റൗള ഷരീഫ് അങ്ങ് കാണുമ്പോൾ അതിൻ്റെ ഏതാനും അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ കണ്ണ് നനയാത്ത വിശ്വാസികൾ ഉണ്ടാവില്ല. വൈകാര്യമാവും, ഇമോഷണലാവും. കാരണം ഇത്രയും കാലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി ആ പ്രവാചകനെ മനസ്സിൽ കൊണ്ടു നടന്നു, താലോലിച്ചു. ഇപ്പോൾ അടുത്തെത്തിയിട്ടൊരു സലാം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുളിർമ, ഒരു അനുഭൂതി ഒന്ന് വേറെ തന്നെ ആയിരിക്കും. മറ്റ് നിസ്കാരം, നോമ്പ് അതിലൊക്കെ നമ്മൾ കരയുന്നതിലുപരി കരയുന്നത് ഹജ്ജിൻ്റെ വേളയിലായിരിക്കും. അറഫയിൽ വെച്ചുകൊണ്ട് കരയാത്തവർ, അതേപോലെ തന്നെ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ, മുൽത്തസിമിലെത്തുമ്പോൾ, സംസം കിണറിൻ്റെ അടുത്തെത്തുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ അവിടെയൊക്കെ എത്തുമ്പോൾ കണ്ടമിടറി, വിതുമ്പി, കണ്ണ് നനഞ്ഞു. അങ്ങനെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ നേരിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സ്ഥലത്തും കരയാത്തവർ അവിടെ എത്തുമ്പോൾ കരയുന്നത് കാണാൻ കഴിയും. ഹജ്ജിൻ്റെ ഓഫർ വലിയ ഓഫറാണ്. ലൈഫിൽ ഒന്ന് മാത്രമേ നിർബന്ധമുള്ളൂ, ഒരു ഹജ്ജും ഒരു ഉംറയും. അത് വളരെ എക്സ്പെൻസീവാണ്. നിസ്കാരവും നോമ്പുമൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ചെയ്യാം, എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഹജ്ജിന് മക്കത്ത് പോവുക തന്നെ വേണം. ഇപ്പോൾ സർക്കാർ ചിലവിൽ നമ്മൾ പോവുകയാണെങ്കിൽ തന്നെ 4 ലക്ഷം 5 ലക്ഷമൊക്കെ നമുക്ക് ചിലവഴിക്കണം. അത്രയും എക്സ്പെൻസീവാണ്. അത്രയും കാശ് മുടക്കി നമ്മൾ ചെയ്യുന്ന ഒരു ഇബാദത്ത്, അതും വർഷത്തിലൊരിക്കൽ മാത്രം, ജീവിതത്തിലൊരിക്കൽ മാത്രം ചെയ്യുന്ന ഒരു ഇബാദത്ത്. രണ്ടാമത് ചെയ്യൽ സുന്നത്തുള്ളൂ. അത് കുറ്റമറ്റ രീതിയിൽ ചെയ്താൽ അതിൻ്റെ ഓഫറും വലുതാണ്. അതാണ് റസൂൽ പറയുന്നത് എന്താണെന്നറിയോ? മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് ഫലം യഫ്സുഖ്. ഒരാൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്തു, വേണ്ടാത്തരൊന്നും ചെയ്തില്ല, തിന്മയൊന്നും ചെയ്തില്ല, നന്മ മാത്രം ചെയ്തുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ ഹജ്ജ് ചെയ്താൽ ഖറജ മിൻ ദുനൂബി കയൗമ വലദത്ഹു ഉമ്മുഹു. ഉമ്മ ജന്മം നൽകിയ ആ ദിവസം എത്രമേൽ സംശുദ്ധനാണ്, പരിശുദ്ധനാണ്, അത്രയും അവനെ ഫിൽട്ടർ ചെയ്തുകൊണ്ടായിരിക്കും അവൻ ഹജ്ജ് ചെയ്ത് മടങ്ങുന്നത്. പാപമുക്തനായിരിക്കും. ഇത്രയും വലിയ ഓഫറാണ്. ഇതിൽ വലിയ ഓഫർ ഇനി എന്താണ്? മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗത്തിൽ ചുരുങ്ങി, അതിൽ കുറച്ച് വേറെ പ്രതിഫലവും അവനില്ല. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 ഓഫർ, ഒന്ന് സ്വർഗം, മറ്റൊന്ന് പാപമോചനം. ഇത്രയും വലിയ ഓഫർ കിട്ടണമെങ്കിൽ അതിൽ ഉപാധിയും പറഞ്ഞിട്ടുണ്ട്. അൽ ഹജ്ജുൽ മബ്റൂർ, മബ്റൂറായിരിക്കണം. ജസ്റ്റ് പോയാൽ പോരാ, ഹജ്ജ് ചെയ്താൽ പോരാ, മബ്റൂറായിരിക്കണം. അതേ പ്രകാരം തന്നെ മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് ഫലം യഫ്സുഖ്. അവിടെയൊക്കെ ഉപാധി വെച്ചിട്ടുണ്ട്. ഈ ഉപാധിയോട് കൂടെയാണ് ഹജ്ജ് പൂർത്തിയാക്കുന്നതെങ്കിൽ അവൻ ഉമ്മ ജന്മം നൽകിയതുപോലെയാണ്. ആ രീതിയിൽ ഉള്ള ഒരു ഹജ്ജ് നിർവഹിക്കാൻ നാഥൻ നമുക്കൊക്കെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ വലുതാണ്. റസൂൽ പറയുന്നുണ്ട്, മാലൽ അലാ വജ്ഹിൽ അർളി ബൽദത്തുൻ യർഫഉല്ലാഹു ബിഹാ
യർഫഉല്ലാഹു ഫിഹാ അൽ ഹസനത്തൽ വാഹിദ ബിമിഅത്തി അൽഫി ഹസന ഇല്ലാ മക്ക. ഈ ഭൂമുഖത്ത് ഒരു നന്മക്ക് 1,00,000 പ്രതിഫലം കിട്ടുന്ന ഒരു പ്ലേസ്, ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മക്ക മാത്രമാണ്. ഒമൻ സ്വല്ലാ ഫിഹാ സ്വലാത്തൻ റുഫിയത്ത് ലഹു മിഅത്തു അൽഫി സ്വലാ. ഒരാൾ ഒരു നിസ്കാരം നിർവഹിക്കുമ്പോൾ 1,00,000 നിസ്കാരത്തിൻ്റെ പ്രതിഫലം. ഒമൻ സ്വാമ ഫിഹാ യൗമൻ കതബല്ലാഹു ലഹു മിഅത്ത അൽഫി യൗം. ഒരു നോമ്പെടുക്കുമ്പോൾ 1,00,000 വൃദ്ധം അനുഷ്ഠിച്ച പ്രതിഫലം. ഒമൻ തസദ്ദഖ ബിദിർഹമിൻ കതബല്ലാഹു ലഹു മിഅത്ത അൽഫി ദിർഹം സദഖ. ഒരു നാണയം സദഖ ചെയ്യുമ്പോൾ 1,00,000 നാണയം സദഖ ചെയ്ത പ്രതിഫലമാണ്. ഒമൻ ഖതമൽ ഖുർആന മറത്തൻ വാഹിദ. ഒരു തവണ ഖുർആൻ കംപ്ലീറ്റ് ചെയ്താൽ കതബല്ലാഹു ലഹു മിഅത്ത അൽഫി ഖത്ം. 100 തവണ ഖത്മ പൂർത്തിയാക്കി, 1,00,000 തവണ ഖത്മ പൂർത്തിയാക്കിയ പ്രതിഫലമാണ്. ഒമൻ സബ്ബഹല്ലാഹു തആല ഫിയാ മറത്തൻ. ഒരു തവണ തസ്ബീഹ് ചൊല്ലിയാൽ കതബല്ലാഹു ലഹു മിഅത്ത അൽഫി, 1,00,000 തസ്ബീഹിൻ്റെ പ്രതിഫലം. ഇങ്ങനെ ഓരോ നന്മക്കും 1,00,000 പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലം ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ മക്കയല്ലാതെ ഇല്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിക്കുകയുണ്ട്. ആ മക്കയിൽ പോകുവാനും ഹജ്ജും ഉംറയും ചെയ്യുവാനും കുറ്റമറ്റ രീതിയിൽ അത് പൂർത്തീകരിക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീം.